നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ തകർപ്പൻ വിജയം നേടിയ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ നെയ്മർ ജൂനിയർ അവസാനം കുറഞ്ഞ സമയം കളിച്ചല്ലോ. അത് നെയ്മറെ സംബന്ധിച്ചിടത്തോളം മഹാസംഭവമാണ്. 981 ദിവസങ്ങൾക്ക് ശേഷം ദേശീയ ടീമിൻ്റെ ജേഴ്സിയിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങി. ആരാധകരും അത് ആഘോഷിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യമെന്ന് പറഞ്ഞുകൊണ്ട് നെയ്മർ പറയുന്നത് ആബ്സല്യൂട്ട്ലി ഈ ദിവസം എൻ്റെ ജീവിതത്തിലെ മോസ്റ്റ് സ്പെഷ്യൽ ഡേകളിൽ ഒന്നായിട്ട് ഞാൻ രേഖപ്പെടുത്തുമെന്ന്. എത്ര കളികളിൽ ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോയ ബ്രസീലിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടിക്കൊടുത്ത നെയ്മർ ജൂനിയർ പറയുകയാണ്, പരിക്കിൽ നിന്ന് മുക്തനായിട്ട് കളിക്കളത്തിലേക്ക് വന്ന ഈ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സ്പെഷ്യൽ ആയിട്ടുള്ള ഡേകളിൽ ഒന്നായിട്ട് കണക്കാക്കുമെന്ന്. ഇങ്ങനെ ഒരു പ്രസ്താവനയുടെ കാരണം നിങ്ങൾക്ക് അറിയൂലേ? 2023 ഒക്ടോബർ 17 പോയതല്ലേ ബ്രസീലിൻ്റെ ജേഴ്സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം. പിന്നെ കാത്തിരുന്നിട്ട് പരിക്കുന്ന വില്ലൻ പിന്നാലെ വേട്ടയാടി വന്നിട്ടും അതിനെ മറികടന്നിട്ട് വീണ്ടും ആ ജേഴ്സി അണിഞ്ഞ് ലോക ഫുട്ബോളിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ളൊരു കളിത്തട്ടിൽ ഇറങ്ങാൻ കഴിഞ്ഞതിൻ്റെ ആവേശവും സന്തോഷവുമാണ് ആ വാക്കുകളിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. കളിക്ക് ശേഷം നെയ്മർ ജൂനിയർ പറയുന്നു, ഗ്ലോബോയുടെ റിപ്പോർട്ട്. നെയ്മർ പറയുന്നു, അബ്സല്യൂട്ട്ലി ഞാൻ ഈ ദിവസത്തെ എൻ്റെ ജീവിതത്തിലെ മോസ്റ്റ് സ്പെഷ്യൽ വൺസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സ്വപ്നമാണ്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സ്വപ്നമല്ലേ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിയുക എന്നുള്ളത്. ഞാനത് നീണ്ടകാലം ധരിച്ചു. എനിക്ക് ഇഞ്ചുറിയായി. എന്നിട്ടും ഒരുപാട് ദിവസങ്ങൾ ടീമിൽ നിന്ന് അകന്നു നിന്നിട്ടും ഞാൻ തിരികെ വന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ജേഴ്സി ഞാൻ മിസ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും തിരികെ എത്തുമ്പോൾ എനിക്ക് വലിയ ഒരു ആകാംക്ഷയുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് 3 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബ്രസീലിൻ്റെ ജേഴ്സിയിൽ തിരിച്ചെത്തി. ഐ ആം വെരി ഹാപ്പി ആൻഡ് ഇമോഷണൽ. തീർച്ചയായിട്ടും ഞാൻ ഇമോഷണലാണ്. സത്യം പറഞ്ഞ ലോക്കർ റൂമിൽ ഞാൻ ആ രൂപത്തിലിരുന്നു, കരഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് റിലീഫാണ്. ഒരിക്കൽ കൂടി എനിക്ക് ഈ നിമിഷങ്ങളിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതെനിക്കൊരു വലിയ ഹ്യൂജ് റിലീഫാണ്. എല്ലായ്പ്പോഴും എൻ്റെ സ്വപ്നമെന്ന് പറഞ്ഞാൽ ബ്രസീലിയൻ ദേശീയ ടീമിന് ജേഴ്സി അണിയുക എന്നുള്ളതായിരുന്നു. വേൾഡ് കപ്പ് കളിക്കുക, വിജയിക്കുക, ഇത്തരം നിമിഷങ്ങളിലൂടെ ജീവിക്കുക. റിയലി സോ ഗുഡ്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ബ്രസീലുകാരോടും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ആർത്ത് വിളിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. എസ്പെഷ്യലി മൈ ഫാമിലി ആൻഡ് മൈ ഫ്രണ്ട്സ് എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ ഇപ്പോൾ വല്ലാത്തൊരാശ്വാസമാണ് അനുഭവിക്കുന്നത്. കടന്നുപോയ വേദനയുടെ ദിനങ്ങൾക്കപ്പുറം അവൻ്റെ സ്വപ്നം അവൻ തിരികെ പിടിച്ചിരിക്കുന്നു. ബാക്കി ഇനി വടക്കേ അമേരിക്കയിലെ പുൽമൈതാനങ്ങൾ ആ കഥ പറയും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.